വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. നാം ആകുന്നു നമ്മുടെ കരങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ ആകാശലോകങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നാം തന്നെ അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 1929 ശാസ്ത്രലോകത്ത് ഐൻസ്റ്റൈന്റെയും മുൻപുണ്ടായിരുന്ന ന്യൂട്ടന്റെയും അതേപോലെയുള്ള ശാസ്ത്രലോകത്തെ, പ്രത്യേകിച്ച് ഗോളശാസ്ത്ര രംഗത്തെ പ്രതിഭകളുടെ പരമ്പരാഗതമായ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എഡ്വിൻ പി ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ടെലസ്കോപ്പിലൂടെ ആകാശലോകത്തേക്ക് നോക്കിയപ്പോ ആകാശലോകത്തെ ഗാലക്സികളെല്ലാം, നക്ഷത്രക്കൂട്ടങ്ങളെല്ലാം പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടു. അത്ഭുതപ്പെട്ടു അദ്ദേഹം. ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഒരു ബലൂണിലെ പുള്ളിക്കുത്തുകൾ, അത് വീർപ്പിക്കുമ്പോൾ, അത് വികസിപ്പിക്കുമ്പോൾ പരസ്പരം അകന്നിലുന്നത് പോലെ ഗാലക്സികൾ അകലുന്നുവെങ്കിൽ ഇതിനർത്ഥം ഈ പ്രപഞ്ചമാകുന്ന ബലൂൺ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. 1929 എഡ്വിൻ പി ഹബിൾ അത് പറഞ്ഞപ്പോൾ ശാസ്ത്രലോകം അംഗീകരിച്ചില്ല. എന്നാൽ ഈ സ്വയം പ്രപഞ്ചം വികസിക്കുന്നു എന്ന സിദ്ധാന്തത്തിന് ഉപോത്ബലകമായ 3 കെൽവിൻ റേഡിയേഷൻ പിൽക്കാലഘട്ടത്തിൽ കണ്ടെത്തിയപ്പോ ശാസ്ത്രലോകം അത് അംഗീകരിക്കുവാൻ നിർബന്ധിതമായി. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ സ്വയം പ്രഖ്യാപിക്കുന്നതായി അടയാളപ്പെടുത്തി. ഞാൻ സൂചിപ്പിച്ചു, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. നാം ആകുന്നു ഈ പ്രപഞ്ചം, ഈ ആകാശ ലോകങ്ങളെ സൃഷ്ടിച്ചത് നമ്മുടെ കരങ്ങൾ കൊണ്ട്. നാം തന്നെ അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഈ കൃത്യത ഖുർആനിൽ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ കൃത്യത ഖുർആനിൽ ഉണ്ടായത്? ഏത് തലത്തിലൂടെ നോക്കുമ്പോഴും ഒരബദ്ധമെങ്കിലും കണ്ടെത്താൻ സാധ്യമല്ലാത്ത സൂക്ഷ്മത ഖുർആനിൽ ഉണ്ടായത് എങ്ങനെയാണ്? പദങ്ങൾ തെരഞ്ഞെടുക്കുന്നിടത്തുള്ള പരിശുദ്ധ ഖുർആന്റെ സൂക്ഷ്മത ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. നാം പുതിയ പുതിയ കണ്ടുപിടുത്തം നടത്തുമ്പോൾ ആ കണ്ടുപിടുത്തത്തിന് അനുയോജ്യമായ പേരുകൾ നൽകും. പുതുതായി രോഗമുണ്ടായപ്പോൾ നമ്മൾ എയ്ഡ്സ് എന്ന് പേര് കൊടുത്തു. എന്തേ കാരണം? അക്വയേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണത്. അത് മനുഷ്യന്റെ പ്രതിരോധ ശേഷിയെ നശിപ്പിക്കുന്ന എന്തോ ഒരു രോഗമാണ്. അതിനെ കൊണ്ട് എയ്ഡ്സ് എന്ന പേര് അത് വ്യാപകമായി. എന്നാൽ പരിശുദ്ധ ഖുർആൻ പേരുകൾ തെരഞ്ഞെടുക്കുമ്പോൾ എത്ര കൃത്യമാണ് ഖുർആനിലെ ആ തെരഞ്ഞെടുപ്പ് പോലും എന്നത് അത്ഭുതകരം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖിൽ നിന്നാണ് മനുഷ്യനെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്താണ് അലഖ് എന്ന് പറഞ്ഞാൽ? അറബി ഭാഷയിൽ അലഖ് എന്ന പദത്തിന് 3 അർത്ഥകൽപ്പനകളുണ്ട്. ഒന്നാമതായി അലഖ് എന്ന പദം അതിന്റെ ക്രിയാധാതു എടുത്തു നോക്കിയാൽ അള്ളിപ്പിടിക്കുന്നത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. രണ്ടാമതായി അള്ളിപ്പിടിക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ട് നീരട്ടക്ക് അറബിയിൽ അലഖ് എന്ന് പറയും. അതേപോലെ തന്നെ ആ അള്ളിപ്പിടിച്ചുകൊണ്ട് രക്തം കുടിച്ചുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിൽ രക്തപിണ്ഡത്തെ പോലെ തോന്നിക്കുന്നതിനാൽ രക്തപിണ്ഡമെന്നും ഈ പദത്തിന് അർത്ഥം പറയും. ഈ 3 അർത്ഥകൽപ്പനകളുള്ള ഒരു പദം. ഇത് അലഖിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു പടച്ച തമ്പുരാൻ. എന്താണ് അലഖ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഗർഭാശയത്തിനകത്തേക്ക് പോകാം. ഒന്നാമത്തെ ദിവസം, കുഞ്ഞിന്റെ ജനനത്തിന്റെ ഒന്നാമത്തെ ദിവസം പുരുഷ ബീജവും സ്ത്രീ ബീജവും അണ്ടവും കൂടിച്ചേർന്ന് സിക്താണ്ഡം ഉണ്ടാകുന്നു. സിക്താണ്ഡം ഫെലോപ്പിയൻ നാളിയിലൂടെ മെല്ലെ നടന്നെടുത്ത് ഗർഭാശയത്തിലെത്തുന്നു. ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ ആ സിക്താണ്ഡത്തിൽ നിന്നുണ്ടാകുന്ന പ്രത്യേകമായ ചില അള്ളിപ്പിടിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ആ ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് അത് വളരാൻ ആരംഭിക്കുന്നു. ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിക്കുന്നതിന് ശാസ്ത്രീയമായ പേര് ഇംപ്ലാന്റേഷൻ. അങ്ങനെ ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ലെങ്കിൽ കുഞ്ഞ് വളരുകയില്ല. ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ലെങ്കിൽ കുഞ്ഞുണ്ടാവുകയില്ല. അപ്പോൾ അലഖിൽ ഇതാണ് മനുഷ്യ സൃഷ്ടി നടന്നിട്ടുള്ളത്, അള്ളിപ്പിടിക്കുന്ന വസ്തുവിൽ നിന്ന്. അങ്ങനെ അള്ളിപ്പിടിച്ച് വളരുന്ന ആ അവസ്ഥയിൽ മൈക്രോസ്കോപ്പിക്കായ സൂക്ഷ്മമായ ഈ ഭ്രൂണത്തെ ഒരു ഫോട്ടോഗ്രാഫി എടുത്താൽ, ആ ഫോട്ടോ എടുത്ത് അതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ അട്ടയുടെ ഫോട്ടോക്ക് തുല്യമായ ഫോട്ടോ, ഏകദേശം അട്ടയുടെ ആകൃതി തന്നെ. മാത്രവുമല്ല ആ സമയത്ത് രക്തക്കുഴലുകൾ രൂപപ്പെടുമെങ്കിലും, കുഞ്ഞിന്റെ ശരീരത്തിൽ രക്തക്കുഴലുകൾ രൂപപ്പെടുമെങ്കിലും രക്തചംക്രമണം നടക്കുന്നില്ല. രക്തചംക്രമണം നടക്കാത്ത ഒരു കട്ടക്കാണല്ലോ നമ്മൾ രക്തപിണ്ഡം എന്ന് പറയുക. ചംക്രമണം ചെയ്യപ്പെടാത്ത രക്തത്തിന്റെ കട്ട. 3 പദങ്ങൾ ഉപയോഗിച്ചാലും 3 അർത്ഥകൽപ്പനകൾ ഉപയോഗിച്ചാലും അലഖ് എന്ന പദത്തിന് തുല്യമായ ഒരു പദം സഹോദരങ്ങളെ ആ ഒരവസ്ഥയിലെ ഭ്രൂണത്തെ കുറിക്കുവാൻ ലോക ഭാഷകളിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇംഗ്ലീഷിൽ പറയുക സൈഗോട്ട് എന്നാണ്.
മലയാളത്തിൽ പറയുക സിക്താണ്ഡബദ്ധാണ്. സിക്താണ്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമാക്കപ്പെട്ട അണ്ഡം, അല്ലെങ്കിൽ ബീജത്താൽ സങ്കലനം ചെയ്യപ്പെട്ട അണ്ഡം. സൈഗോട്ട് എന്ന് പറഞ്ഞാലും അർത്ഥം ഏകദേശം ഒരേപോലെ തന്നെ. ഇതിനപ്പുറത്ത് ആ സമയത്തുള്ള ഭ്രൂണത്തിന്റെ 3 സ്വഭാവ സവിശേഷതകളെയും ഒരേപോലെ ദ്യോതിപ്പിക്കുന്ന പദപ്രയോഗം. പരിശുദ്ധ ഖുർആനിലെ പദപ്രയോഗങ്ങൾ അത്ഭുതകരമാണ്. ഖുർആനിലെ ഭാഷാ പ്രയോഗങ്ങൾ അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. ഖുർആൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഭാഷയിലെ ഓരോ പദപ്രയോഗങ്ങൾ. അറബി ഭാഷയ്ക്കൊരു സവിശേഷതയുണ്ട്. ലോകത്ത് നിലനിൽക്കുന്ന മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി അറബി ഭാഷ ഒരു പദപ്രയോഗത്തിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളെ ഉൾക്കൊള്ളിപ്പിക്കുവാൻ സാധിക്കും. നമ്മൾക്ക് ഒരാളോട് എഴുന്നേറ്റ് നിൽക്കാൻ അറബിയിൽ പറഞ്ഞാൽ അത് ആരോട് പറഞ്ഞുവെന്ന്, പുരുഷനോട് പറഞ്ഞോ സ്ത്രീയോട് പറഞ്ഞോ എന്ന്, അത് ഒരാളോടാണോ ഒന്നിലധികം പേരോടാണോ പറഞ്ഞത് എന്ന് കൃത്യമായി ആ ഒരൊറ്റ പദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ ഈ രൂപത്തിൽ അറബി ഭാഷയിൽ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ കാണിക്കുന്ന സൂക്ഷ്മത അത്ഭുതങ്ങളിൽ അത്ഭുതപാട്. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹൽ, തേനീച്ച എന്നാണ് അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ. സൂറത്തുൻ നഹലിലെ 68-69 വചനങ്ങൾ. ബൗഹാ റബ്ബുക ഇലൻ നഹലി എന്ന് തുടങ്ങുന്ന വചനം. നഹലിന് തേനീച്ചക്ക് പടച്ചതമ്പുരാൻ ബോധനം നൽകിയിരിക്കുന്നു. ഓരോ ജീവിക്കും പടച്ചതമ്പുരാൻ നൽകുന്ന ബോധനം, പടച്ചതമ്പുരാൻ എങ്ങനെ ജീവിക്കണമെന്ന്, എന്ത് ചെയ്യണമെന്ന് കൃത്യമായി ഓരോ ജീവിക്കും നൽകിയിട്ടുള്ള വഹിയ ബോധനം. അതേപോലെ തേനീച്ചക്കും പടച്ചവൻ അള്ളാഹു ബോധനം നൽകിയിരിക്കുന്നു. ആ ബോധനത്തെക്കുറിച്ച് പറഞ്ഞു വരികയാണ് പരിശുദ്ധ ഖുർആൻ. പടച്ചവൻ നൽകിയ ബോധനം. ആ ബോധനത്തെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ സ്വീകരിച്ച പദപ്രയോഗങ്ങൾ, ക്രിയാപദങ്ങൾ. നിങ്ങൾ വീടുണ്ടാക്കണം, നിങ്ങൾ തേൻ ശേഖരിക്കണം, അതേപോലെ തന്നെ നിങ്ങൾ പുറത്തേക്ക് വരണം. പരിശുദ്ധ ഖുർആൻ നടത്തിയ പദപ്രയോഗങ്ങൾ ഇത്തഖിദി, കുലി, ഫസ്ലുക്കി ഖുർആനിലെ പദപ്രയോഗങ്ങളാണ്. അറബി ഭാഷ പഠനത്തിലുള്ള സെമിനാറാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അറബി അറിയാവുന്നവർക്കറിയാം ഇത് സ്ത്രീലിംഗ ക്രിയകളാണ്, ഇത് സ്ത്രീലിംഗ കൽപ്പന ക്രിയകളാണ്. കുലി എന്ന് പറഞ്ഞാൽ പെണ്ണെ നീ ഭക്ഷിക്കുക എന്നാണ് അർത്ഥം. സ്ത്രീയെ നീ ഭക്ഷിക്കുക എന്ന്. കുൽ എന്നാണ് പുരുഷനോട് ഭക്ഷിക്കാൻ പറയുക. ഇത്തഖിദി എന്ന് പറഞ്ഞാൽ നീ പ്രവേശിക്കുക സ്ത്രീയെ എന്നാണ് അർത്ഥം. ഇങ്ങനെ ഫസ്ലുക്കി എന്ന് പറഞ്ഞാലും സ്ത്രീലിംഗ കൽപ്പന ക്രിയയാണ്. സ്ത്രീലിംഗ കൽപ്പന ക്രിയകളാണ് എല്ലാം പ്രയോഗിച്ചത് പരിശുദ്ധ ഖുർആനിൽ തേനീച്ചയുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ടിത്? തേനീച്ച കൂട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. തേനീച്ച കൂട്ടിൽ 3 വിഭാഗം. ഒന്നാമത്തെയാൾ നേതാവ്, നമ്മൾ റാണി എന്ന് വിളിക്കും. ആ റാണിയാണ് തേനീച്ചക്കൂട്ടിലെ നേതാവ്. ഒരൊറ്റ റാണിയെ ഒരു തേനീച്ചക്കൂട്ടിലുണ്ടാകൂ. ആ റാണിയെ ചുറ്റുപറ്റി ജീവിക്കുന്ന ആൺപടയുണ്ടവിടെ. അവരെ നമ്മൾ ഡ്രൗണ്ട് എന്നാണ് വിളിക്കുക. പുരുഷന്മാർ മടിയന്മാർ എന്താണ് വിളിക്കുക. മടിയൻ തേനീച്ചകൾ ആണുങ്ങളാണ്. ആ തേനീച്ചകളുടെ പണി റാണിയുമായി ശാരീരിക ബന്ധം പുലർത്തുക എന്ന പണി മാത്രമാണ്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് അവിടെ, തേനീച്ച ശാസ്ത്രജ്ഞന്മാർ, പ്രാണിശാസ്ത്രജ്ഞന്മാർ. അവരെ വിളിക്കുക വർക്കേഴ്സ് എന്നാണ്, തൊഴിലാളികൾ. ആ തൊഴിലാളി തേനീച്ചകൾ അവരാണ് കൂടുണ്ടാക്കുന്നത്. തൊഴിലാളി തേനീച്ചകളാണ് തേൻ ശേഖരിക്കാൻ വേണ്ടി പോകുന്നത്. തൊഴിലാളി തേനീച്ചകളാണ് തേൻ ശേഖരിച്ചു വരുന്നത്. തൊഴിലാളി തേനീച്ചകളാണ് കൂടിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ തേനീച്ചകൾ, തൊഴിലാളി തേനീച്ചകൾ പെൺ തേനീച്ചകളാണ്. അതുകൊണ്ട് തന്നെ കൂടുണ്ടാക്കുവാൻ പടച്ചതമ്പുരാൻ കൽപ്പന നൽകേണ്ടത് പെൺ തേനീച്ചക്കാട്. ഫസ്ലുക്കി, തേൻ നിർമ്മിക്കുവാൻ പടച്ചതമ്പുരാൻ കൽപ്പന നൽകേണ്ടത് പെൺ തേനീച്ചകൾക്കാണ്. കുലി. എന്താണ് പദപ്രയോഗങ്ങളുടെ കൃത്യത നോക്കുക നിങ്ങൾ. ഭാഷാ പ്രയോഗങ്ങളുടെ കൃത്യത. ഈ രൂപത്തിൽ കൃത്യത പുലർത്തുവാൻ പരിശുദ്ധ ഖുർആനിനല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിനും സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തേനീച്ചയുടെ ലിംഗവ്യത്യാസം അറിയില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. അന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഷേക്സ്പിയറുടെ നാടകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തേനീച്ചകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും. അവിടെ കിങ് ആൻഡ് സോൾജിയേഴ്സ് ആണ്. കിങ് ആൻഡ് സോൾജിയേഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന തേനീച്ചകൾ രാജാവ്, നമ്മൾ ഇന്ന് റാണിയായി ക്യൂനായി പറയുന്നവർ. സോൾജിയേഴ്സ് ആണുങ്ങളായ പടയാളികൾ. എന്തിനാണ് സോൾജിയേഴ്സ്?